അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ 2025 നടന്ന അൽ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ശരി അടയാളപ്പെടുത്താനാണ്. ഒന്ന് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. എന്താ ഹറാമുള്ളത്? തവാഫ് ചെയ്യലാണ് ഹറാമുള്ളത്. 2 ശേഷം വുളു സുന്നത്തുള്ള ഒരു കാര്യം. അതിന് ശേഷം വുളു എടുക്കൽ സുന്നത്താണ്. അതെന്താ? കോപമുണ്ടാവുക. 3 പുരുഷൻ തലമറക്കാതെ നിസ്കരിക്കൽ. ആൻസർ കറാഹത്ത്. 4 ഹൈദ് രക്തത്തിൻ്റെ കൂടിയ പരിധി. ആൻസർ 15 ദിവസം. 5 ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് അർത്ഥം. ഏതർത്ഥം? ഹബ്ലന. ഹബ്ലന എന്നാൽ ഞങ്ങൾക്ക് നൽകണമേ. 6 അറബി ഭാഷയിലാവൽ ഖുതുബയുടെ. അറബി ഭാഷയിലാവൽ ഖുതുബയുടെ എന്താണ്? ആൻസർ ഷർത്ത്. ഖുതുബയുടെ ഷർത്താണ് എന്താകല്? അറബി ഭാഷയിലാവുക എന്നത് ഖുതുബയുടെ ഷർത്താണ്. 2 ചേരുമ്പടി ചേർക്കുക. 7 നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ. ബി. ആൻസർ ബി ആണ് ജമാഅത്തിൻ്റെ ഷർത്ത്. നിൽക്കാൻ കഴിവുള്ള നിൽക്കൽ എന്താണ്? ജമാഅത്തിൻ്റെ ബി ആണ് ആൻസർ. ഖുതുബയുടെ ഷർത്ത്. നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കൽ. ആൻസർ ബി ആണ് ഖുതുബയുടെ ഷർത്ത്. 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ആൻസർ ഡി ഖുതുബയുടെ റുക്ന്. 9 ഇമാമിൻ്റെ ചലനങ്ങൾ അറിയൽ. ആൻസർ ഈ ജമാഅത്തിൻ്റെ ഷർത്ത്. 10 ക്രമപ്രകാരം ചെയ്യൽ. 10 ക്രമപ്രകാരം ചെയ്യൽ. ആൻസർ എ തയമ്മുമിൻ്റെ ഫർള്. 11 വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കൽ. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കൽ. ആൻസർ സി തയമ്മുമിൻ്റെ ഷർത്ത്. ഇനി മൂന്നാമത്തേത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12 അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ഡാഷ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലി വാലിദീനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിൽ കൊടുത്തുള്ളതാണത്. 13ാമത്തും അതന്നെ. ഇന്നഹു ലാ യഹ്ദി ഡാഷ് വലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത്. ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത്. 14 ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള ഡാഷിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. മാലിന്യത്തിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. 15 ഡാഷ് കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിൽ ഖസ്റാക്കി നിസ്കരിക്കാം. എത്ര? 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിൽ. 16 2 ഹൈദിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധിക്കാലം. ആൻസർ 15 ദിവസമാണ്. എത്രയാണ്? 15 ദിവസം. 17 ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ഡാഷുമാണ് വാജിബ്. ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. 4 ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 മുബാഹിന് പറയുന്ന മറ്റൊരു പേര്. മുബാഹിന് പറയുന്ന മറ്റൊരു പേരെന്താ? ആൻസർ ഹലാൽ. 19 പുരുഷന്മാർ മുട്ടുമറയാത്ത ഡ്രസ്സിട്ട് നടക്കൽ. ആൻസർ ഹറാം. പുരുഷന്മാർ മുട്ടുമറയാത്ത ഡ്രസ്സിട്ട് നടക്കൽ എന്താണ്? ഹറാമാണ്. 20 ജനാബത്ത് ഉള്ളവർക്ക് ഹറാമാകുന്ന ഒരു കാര്യം. ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന ഒരു കാര്യം അതേതാ? ഖുർആൻ പാരായണം. 21 ലോല്ലീൻ എന്നതിൻ്റെ അർത്ഥം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാല്ലീൻ. ലോല്ലീൻ എന്നതിൻ്റെ അർത്ഥം എന്താ? വഴി പിഴച്ചവർ. 22 തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണ് അടിച്ചെടുക്കണം? ആൻസർ 2 തവണ. 23 ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ അശുദ്ധിയുള്ളവർക്ക് പാടില്ലാത്തത് ഏത്? ആൻസർ തവാഫ്. 5 ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24 ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് ഖിബിലക്ക് മുന്നിടേണ്ടത്? ആൻസർ മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും കൊണ്ട്. 25 നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. ആൻസർ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. 26 വുളൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മം ചെയ്യേണ്ടത്? ആൻസർ ആ അവയവം കഴുകുന്ന സമയത്ത്. 27 ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ 2 എണ്ണം എഴുതുക. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ 2 എണ്ണം എഴുതാനാണ്. 1 അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ. 2 റമളാൻ മാസത്തിൽ. 28 ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ആശയം എഴുതുക. നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ. ആൻസർ നീ ഞങ്ങളെ നേർവഴിയിൽ നടത്തണമേ. 29 ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂം എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ആൻസർ ഇമാമിനോട് തുടരുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. 30 ശേഷം കുളി സുന്നത്തുള്ള കാര്യങ്ങൾ 2 എണ്ണം എഴുതുക. ആൻസർ മയ്യത്ത് കുളിപ്പിക്കുക, മീശ വെട്ടുക.
31 വെള്ളത്തിൽ മാത്രം ഇളവുള്ള നജസ് ഏതെല്ലാം? ആൻസർ മത്സ്യം, അട്ട പോലെയുള്ള ജലജീവികളുടെ കാഷ്ടം. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ് 32ാമത്തേത്. അൽ അഹ്കാമു ശർഇയ്യ വെള്ളിയാഴ്ചയുടെ മഹത്വം. രണ്ടിലൊന്നാണ് എഴുതേണ്ടത്. അഹ്കാമു ശർഇയ്യ നമുക്കറിയണതാണ് വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാത്ത്. അതിന് പറയുന്ന മറ്റു പേരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെ കൂട്ടിയിട്ട് എന്താണ് വാജിബ് എന്നും എന്താണ് ഫർദ് അല്ല എന്താണ് സുന്നത്ത് എന്താണ് ഹലാല് അതൊക്കെ കൂട്ടിക്കാണ്ട് 5 വരിയിൽ കുറയാതെ എഴുതുക. അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെക്കുറിച്ചാണ് എഴുതേണ്ടത്. 33 ഖുത്തുബയുടെ ഭാഷയോ അല്ലെങ്കിൽ അദ്ദിമാ ഉത്തൊബിയ്യ ഇതിൽ രണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. അദ്ദിമാ ഉത്തൊബിയ്യ നമുക്കറിയാം 3 ഇനം രക്തങ്ങളാണ്. ഹൈദ്, നിഫാസ്, ഇസ്തിഹാദത്ത്. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക വിശദീകരിച്ചുകൊണ്ട് ഇവിടെ എഴുതിയാൽ മതി. എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളതൊക്കെ എഴുതിക്കാണ്ട് അങ്ങനെ എഴുതി വിശദീകരിച്ച് എഴുതിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. പരീക്ഷയിലെല്ലാം അല്ലാഹു തആല ഉന്നത വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.